ഭജഗോവിന്ദം ഭജഗോവിന്ദം. മൂടനായ മനുഷ്യന് ഇത് മനസ്സിലാവില്ല. നമുക്കെല്ലാം കഥാപാത്രങ്ങൾ വേണം. ഇപ്പം സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ പലർക്കും ഉറക്കത്തിൽ ചിലപ്പോൾ സംഭവിക്കാം. ഞാനും ഇല്ല, ഈ ലോകവും ഇല്ല, ഒന്നുമില്ലാത്തൊരു ബ്ലിസ് സ്റ്റേറ്റ്. ഗോഡ് എന്ത്? ദൈവം എന്താണ്? ഏതാണ് ദൈവം? ആരാണ് ദൈവം? എനർജി സോഴ്സ് ആണ്. പല ആൾക്കാരും മരണവും സമാധിയും ഒരുപോലെ കാണുന്നത് അല്ലേ? സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നിരാശബോധത്തോടെ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ഏറ്റവും ഉയർന്ന ബ്ലിസ്സിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ശിവൻ എന്ന് പറയുന്നു. ശിവനെ ശൂലം കൊണ്ടിരിക്കുന്നു അദ്ദേഹം. കഴുത്തിലൊരു പാമ്പിട്ടേക്കുന്നു. ഈ ശൂലം എന്താണ്? ത്രികാലത്തിനെ കാണിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഭാവി, ഭൂതം, വർത്തമാനകാലം. നാഡീ ജ്യോതിഷന്മാരും ഇരിക്കും. നാഡി എന്ന് വെച്ചാൽ എന്താണ്? ഇട, പിങ്കള, സുഷുമ പ്രോസസ്സിലൂടെ ഒരാളുടെ കാര്യങ്ങളെ ഗ്രഹിക്കുന്നതാണ്. ഇടയാവുന്നത് എപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്ന 99 കർമ്മവും നമ്മുടെ പൂർവികരുടെയാണ്. പിങ്കള നാഡി അതെപ്പോഴും സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടും അവിടെ നമ്മുടെ ഭാവി എന്താണെന്നുള്ളതും. കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊന്നും പ്രവർത്തിക്കുകയല്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നീ ഒരാളെ വേണമെങ്കിൽ കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞാൽ നിനക്ക് നിരാശബോധമില്ലെങ്കിൽ, നിന്നെ അത് അലട്ടുന്നില്ലേ, നോട്ട് കർമ്മ ഈസ് വർക്കിംഗ്. ആ കർമ്മം പ്രവർത്തിക്കുന്നില്ല, ഒരു ഈശ്വരനും കണ്ട് പ്രവർത്തിക്കുന്നില്ല. അത് ചെയ്തിട്ട് എൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ അത് കർമ്മമായി വരും. അത് ആ ഇമോഷൻ സ്റ്റേറ്റിൽ അത് വർക്ക് ചെയ്യും. അത് പരമാനന്ദത്തിന്റെ അവസ്ഥയാണ്. അവിടെ മുരുകനെ കാണുന്നത് സിദ്ധ പരമ്പരയുടെ ആദ്യ ഗുരുവായിട്ടാണ്. സിദ്ധനാണ് മുരുകനെ കാണുന്നത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പം നമ്മൾ ഇങ്ങനെ കുമ്പിട്ട് തൊഴും അല്ലെ? ഗണപതിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഗണപതിയെ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രയെ കാണുന്നത്. ഗുരുജി, കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവില് വ്യാസൻ എന്ന് പറയുന്ന ആധ്യാത്മിക പ്രഭാഷണമൊക്കെ നടത്തുന്ന ആള് അദ്ദേഹം പറയുണ്ടായി, ശിവഭഗവാന്റെ ആദ്യ പുത്രൻ അത് ഗണപതി അല്ല, അത് മുരുകനാണ്. ശിവപാർവതി പുത്രന്മാരിൽ മൂത്തയാൾ മുരുകനാണ് എന്ന് പറയുണ്ടായി. ഒരുപാട് പേര് ഇതിനെതിരെയും അനുകൂലിച്ചും ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അങ്ങയുടെ അറിവിൽ ശിവഭഗവാന്റെ ആദ്യ പുത്രൻ ആരാണ്? എൻ്റെ അറിവില് അതിന് ശിവനും പാർവതിയും ഗണപതിയും മുരുകനും ഒക്കെ ഉണ്ടായാലല്ലേ ഇതിനൊക്കെ ഒരു യാഥാർത്ഥ്യതയുള്ളൂ. ശിവനും പാർവതിയും ഗണപതിയും മുരുകനും ഇല്ല. ശിവനും പാർവതിയും മുരുകനും എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് ഞാനും വളർന്ന് കഥ കേട്ടിട്ടുള്ള ഒത്തിരിയും കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഈശ്വരത്വത്തില് ഇതൊക്കെ തന്നെ സ്ക്രിപ്റ്റിംഗ് ആണ്. ശിവനോ പാർവതിയോ ഗണപതിയോ മുരുകനോ അങ്ങനൊന്നും തന്നെ ഒന്നും ഇല്ല. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യ വേഷത. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ആശ്രമത്തിൽ അങ്ങ് യോഗീശ്വരലിംഗ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. യോഗീശ്വരലിംഗം അല്ലെങ്കിൽ ശിവലിംഗം എന്ന് പറയുമ്പോൾ അത് ശിവനെ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ലിംഗപ്രതിഷ്ഠ നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് അതിനർത്ഥം? ഇപ്പം എല്ലാം എടുത്തു നോക്കുമ്പോഴും ഇപ്പൊ നമ്മൾ ആധുനിക യുഗത്തിൽ കോസ്മിക് എന്ന് വിളിക്കും. ഒരു എനർജി നമ്മൾ വിളിക്കുന്ന കോസ്മിക് എനർജി എന്നാണ്. അത് ആത്മീയ ശാസ്ത്രം ശിവനെന്ന് വിളിച്ചു. ആത്മീയ ശാസ്ത്രം അതിന് തന്ത്രശാസ്ത്രം ശിവ എന്നൊക്കെ പറയുന്നത് പോലെ ശിവശക്തി എന്നുള്ള പല സങ്കല്പത്തിലും മനുഷ്യന് മനസ്സിലായി. ഇപ്പൊ ആദിശങ്കരാചാര്യർ ബ്രഹ്മസൂത്രം എഴുതി. അദ്ദേഹമാണ് ബ്രഹ്മസൂത്രം എഴുതി. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഭജഗോവിന്ദം ഭജഗോവിന്ദം. മൂടനായ മനുഷ്യന് ഇത് മനസ്സിലാവില്ല. നമുക്കെല്ലാം കഥാപാത്രങ്ങൾ വേണം. ഇപ്പം ആദിശങ്കരാചാര്യർ മൂകാംബികയിൽ പ്രതിഷ്ഠ ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. പ്രതിഷ്ഠയ്ക്ക് ശേഷം പറഞ്ഞു, അമ്മേ എന്നോട് ക്ഷമിക്കണേ, അമ്മ എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഈ അപരാധം ചെയ്തേന്. ആദിശങ്കരൻ പറയുകയാണ് മൂകാംബികയിൽ പ്രതിഷ്ഠ ചെയ്തതിനു ശേഷം, സമയവും കാലവും രൂപമില്ലാത്ത നിന്നെ എനിക്ക് രൂപത്തിലാക്കേണ്ടി വന്നേന് എന്നോട് പൊറുക്കണേ. അദ്വൈതങ്ങളുടെ പൊരുളായിരിക്കുന്ന ഈ നമ്മളെല്ലാം പോകുന്ന ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന പ്രക്രിയയും പൂജയും നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ഈ ധർമ്മത്തിന്റെ അടിസ്ഥാന പ്രക്രിയ ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന ആചാര്യനായുള്ള ഗുരു പറയുന്നതാണ്, രൂപമില്ലാത്ത ഒന്നിനെ രൂപമാക്കി എന്നോട് പൊറുക്കണേ അമ്മയെന്ന്. എപ്പോഴും മനസ്സിലാക്കണം. മെഡിറ്റേഷനിൽ എന്താ? ടൈമും സ്പേസും ഇല്ല. ഇപ്പം നമ്മുടെ ഭ്രമത്തിലാണ്. ഭ്രമം പിടിച്ചൊരു മനസ്സിനാണ് സമയവും അതേപോലെ തന്നെ കാലവും ഉള്ളത്. മെഡിറ്റേഷനിൽ നമുക്ക് ഇപ്പം നമ്മുടെയൊക്കെ മെഡിറ്റേഷൻ ചെയ്ത പല ആൾക്കാരും ഉണ്ട്. പുലർച്ചെ അവരോട് ചോദിച്ചാൽ മതി, 4 മണി തൊട്ട് 6 മണി വരെ അവർക്ക് വെറും 2 മിനിറ്റ് കടന്നു പോയതുപോലെ തോന്നുള്ളൂ. 2 മണിക്കൂർ പോകുന്നത്. അവർ ഗുരുജി 2 മണിക്കൂർ വരെ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ടൈമും ഇല്ല, അവിടെ ഒരു സ്പേസും ഇല്ല. ഇപ്പം സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയുണ്ട്.
ഇപ്പൊ പലർക്കും ഉറക്കത്തിൽ ചിലപ്പോൾ സംഭവിക്കാം. ഞാനും ഇല്ല, ഈ ലോകവും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു ബ്ലിസ് സ്റ്റേറ്റ്. അതേപോലെ ഈ പ്രപഞ്ചം നോക്കുമ്പോൾ ഇതൊരു ശൂന്യമാണ്, ഇവിടെ ഒന്നുമില്ല, ഇതൊരു ശൂന്യതയാണ്. അവിടെ ആ ശൂന്യതയ്ക്ക് ഒരു രൂപമില്ല, അതിന് കാലവുമില്ല, സമയം. എന്തിനു ശൈവ ഇതിൽ തന്നെ കാലത്തെയും സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാശ്മീരി ശൈവത്തിൽ തന്നെ പറയുന്നുണ്ട്. കാലവും അതേപോലെ തന്നെ ആ ഒരു സമയവും വസ്തുവും ഇല്ലാത്ത ഒന്നാണ്. ഇപ്പൊ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു നഗരം, അല്ലെങ്കിൽ എറണാകുളം എന്ന് പറയുന്ന ഈ ഒരു നഗരം, ഇവിടെ മെട്രോ ഇല്ല, ലുലു ഇല്ല, ഇവിടെ ഒന്നുമില്ല എന്നൊന്നും അങ്ങ് സങ്കല്പിക്കുക. ഇതിനൊരു സ്ഥലമില്ല, ഇതിനൊന്നുമില്ല. അതേപോലെ തന്നെ ഒരു രൂപവും ഇല്ലാത്തതാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. അതിനെ അറിഞ്ഞാൽ നമുക്കറിയാം അതിന് രൂപമില്ല എന്നുള്ളത്. എന്നാൽ മനുഷ്യ ഭാവനയുണ്ടല്ലോ, മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവൻ്റെ ഭാവനയാൽ അവന് കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റും. മറ്റുള്ള ജീവജാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതിനെ ആത്മീയ തലത്തിൽ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഋഷി പരമ്പരയിലും അല്ല ഋഷി തുല്യമായിട്ടുള്ള യോഗികളും ഇതിനൊക്കെ രൂപമെടുത്തതാണ്. ദൈവം എന്താണ്? ഏതാണ് ദൈവം? ആരാണ് ദൈവം? എനർജി സോഴ്സ് ആണ്. ഇതിനുള്ള ഉത്തരം തേടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് പരിണാമം മാത്രമാണെന്നുള്ളത്. അത് വേണ്ടവന് തിരിക്കാം. ഒരു ദൈവവും കോപിക്കാൻ പോകുന്നില്ല നിങ്ങൾ ആത്മീയത തേടി ഇറങ്ങിയില്ലെങ്കിൽ. ഒരു ദൈവം ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ തത്വമസി എന്ന് പറയുന്നു, പക്ഷെ അതിൽ നമുക്ക് ഒത്തിരി ഗ്യാപ്പുണ്ട്. ഞാനും അതും തമ്മിൽ ഒത്തിരി ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിൽ നിന്ന് ഞാൻ അതായിത്തീരുമ്പോൾ എനിക്ക് ഞാൻ അറിയാത്ത വേറൊരു ബോധമായി തീരും. എനിക്ക് മോശപ്രാപ്തിയുടെ അടിസ്ഥാനത്തിലേക്ക് ഞാൻ തന്നെ അലിയും. എപ്പോഴും നമ്മുടെ കാമവികാരങ്ങൾ കാമം മീൻസ് നോട്ടെ വേറൊന്നുമല്ല. കാമം ചില ആഗ്രഹങ്ങളാണ്. എൻ്റെ ചിന്തകൾ എപ്പോഴും ഒതുങ്ങുന്നത്. എനിക്ക് എങ്ങനെയാണ് ചിന്തകൾ ഉണ്ടാകുന്നത്? എനിക്ക് സ്വപ്നങ്ങൾ കൂടുമ്പോൾ, എനിക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ചിന്തകൾ കൂടും. ആ ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം ഒതുങ്ങുന്നിടത്ത് ഒരു വ്യക്തിക്ക് ആഗ്രഹങ്ങൾ ഒതുങ്ങുന്ന വെച്ചാൽ നിരാശയുടെ അല്ല, മനസ്സിലായോ? നിരാശയോട് നമുക്ക് പലതും ജീവിതത്തിലല്ലേ. ഇപ്പം പല ആൾക്കാരും മരണവും സമാധിയും ഒരുപോലെ കാണുന്നത് അല്ലേ. സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നിരാശബോധത്തോടെ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് ഏറ്റവും ഉയർന്ന ബ്ലിസ്സിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതേപോലെ ഈ ജീവൻ ഒരു ബ്ലിസ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ, ഒരു പരമാനന്ദത്തിന്റെ അവസ്ഥയിൽ എത്തുന്ന സ്റ്റേറ്റിൽ ഇതിന്റെ കാമവികാരങ്ങളെല്ലാം അവസാനിക്കും. ഒരു ഡ്രീം ഇല്ലാത്ത സ്റ്റേറ്റ് എത്തും, ഒരാഗ്രഹങ്ങളില്ല, അപ്പൊ തോട്ട്സ് ഇല്ല, എന്നാലൊരു ബ്ലിസ്സാണ്. ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഒതുങ്ങും. അതേപോലെ തന്നെ നമ്മുടെ ഭാവനയാൽ നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടി ഇപ്പൊ ശിവൻ എന്ന് പറയുന്നു, ശിവനെ ശൂലം കൊണ്ടിരിക്കുന്നു, അദ്ദേഹം കഴുത്തിലൊരു പാമ്പിട്ടേക്കുന്നു. ഈ ശൂലം എന്താണ്? ത്രികാലത്തിനെ കാണിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഭാവി, ഭൂതം, വർത്തമാനകാലം. ഇപ്പൊ അങ്ങയുടെ ഭാവി എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങയുടെ ഊർജത്തെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങയുടെ അടിസ്ഥാന പ്രക്രിയ ഒന്നും അറിയണ്ട. ഒരു വ്യക്തിക്ക് എത്രത്തോളം ഊർജം തീവ്രമാണോ അതാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. അങ്ങക്ക് പീക്ക് ലെവൽ ഓഫ് എനർജി ആണെങ്കിൽ അങ്ങയുടെ ലൈഫ് എന്താന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഭാവിയും ഭൂതകാലം, ഇപ്പം നമ്മുടെ തിരുച്ചെന്തൂരൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പല തിരുവണ്ണാമലയിലൊക്കെ പോകുന്ന സമയത്ത് പല നാഡീ ജ്യോതിഷന്മാരും ഇരിക്കും. നാഡി എന്ന് വെച്ചാൽ എന്താണ്? ഇട, പിങ്കള, സുഷമ പ്രോസസ്സിലൂടെ ഒരാളുടെ കാര്യങ്ങളെ ഗ്രഹിക്കുന്നതാണ്. ഇടയാവുന്നത് എപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്ന 99 കർമ്മവും നമ്മുടെ പൂർവികരുടെയാണ്. ഇപ്പൊ അങ്ങ് ഇവിടെ ഇരുന്നാല് അങ്ങയുടെ 10 തലമുറയ്ക്ക് മുൻപുള്ള അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രോസസ്സ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. അവരുടെ സെയിം ഊർജ്ജം, ഇപ്പൊ DNA അതേപോലെ നമുക്കതിൽ ഉണർത്തിയെടുക്കാനുള്ള പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ കണ്ണും മൂക്കും എല്ലാം നമ്മുടെ പൂർവികരുടെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇടനാടി എപ്പോഴും നമ്മുടെ കാർമിക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ പിങ്കളനാടി അതെപ്പോഴും സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടും അവിടെ നമ്മുടെ ഭാവി എന്താണെന്നുള്ളതും നമ്മുടെ ക്രമീകരണത്തിന്റെ ഈ നിമിഷമാണ്. കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊന്നും പ്രവർത്തിക്കുകയല്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നീ ഒരാളെ വേണമെങ്കിൽ കൊന്നുകളഞ്ഞു, ആ കൊന്നുകളഞ്ഞാൽ നിനക്ക് നിരാശബോധമില്ലെങ്കിൽ നിന്നെ അത് അലട്ടുന്നില്ലേ? നോട്ട് കർമ്മ ഈസ് വർക്കിംഗ്. ആ കർമ്മം പ്രവർത്തിക്കുന്നില്ല, ഒരു ഈശ്വരനും കണ്ട് പ്രവർത്തിക്കുന്നില്ല. അത് ചെയ്തിട്ട് എൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടെങ്കിൽ അത് കർമ്മമായി വരും. അത് ആ ഇമോഷൻ സ്റ്റേറ്റിൽ അത് വർക്ക് ചെയ്യും. ആ ഇമോഷൻസ് വർക്ക് ചെയ്യും. അത് നമ്മളെ ഒത്തിരി കാർമ്മിക്കിലേക്ക് കൊണ്ടുവന്നിടും. പക്ഷെ ഒരു വ്യക്തിക്ക് കർമ്മം ബാധിക്കാൻ ഈ നിമിഷത്തിലേക്കായാൽ മതി, പുതിയതായ ഒരു കർമ്മത്തെ സൃഷ്ടിക്കുന്നില്ല. അപ്പൊ ഇടാ പിങ്കള നാടി പ്രവർത്തിക്കും മാത്രമേ ഈ സുഷമയിലുള്ള ജീവൻ എന്ത് ചെയ്യുന്നുള്ളൂ? സജീവമാകുന്നുള്ളൂ. 2 തരത്തിൽ ആൾക്കാരുണ്ട്. ഒന്ന് സാധാരണ രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ഒരു പ്രോസസ്സ്, വേറൊരു തരത്തിലുള്ള ആൾക്കാരുണ്ട്
എപ്പോഴും പറയും ശാംഭവി അവസ്ഥയിൽ ഗ്രഹിക്കുക എന്ന് പറയും. ശാംഭവി മഹാമുദ്ര, ശാംഭവി അവസ്ഥയിൽ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഒരു ഭക്തിയിൽ നിന്ന് നമ്മൾ ശാംഭവിയിലേക്ക് കിടക്കുക. ഇപ്പൊ ഒന്നും ചിന്തിക്കേണ്ട, അങ്ങ് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഈ ബ്രാഹ്മി 21 ഡാൻസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത കുറേ പേരുണ്ട് നമുക്ക്. അതിലൊരാളെ കാറിൽ നമ്മൾ ഇരുത്തിക്കൊണ്ട് കണ്ണ് കെട്ടിക്കൊണ്ട് അവരെ കൊണ്ടുപോകാന്ന് വെച്ചോ. അവരോട് പറയുന്നില്ല എവിടാന്നുള്ളത്. അവരെ ഇപ്പം നമ്മൾ മൂകാംബികയെ കൊണ്ടുപോകാൻ പദ്ധതി വെച്ചു. മൂകാംബികയെ കൊണ്ടുപോയി അവരെ കണ്ണ് കെട്ടിയിട്ട അവർക്ക് അറിയുന്നില്ല എവിടാന്നൊന്നും. അവരൊരു യാത്ര ചെയ്യുന്നതും ചെയ്യുക. പക്ഷെ അവരവിടെ എത്തുമ്പം അവർ പറയും ഇത് ദേവിയാന്നും പറയും, ഇത് മൂകാംബിക അമ്മയാന്നും പറയും. അവരെ അവിടെ നിന്ന് നമ്മൾ നേരെ ഗുരുവായൂർ കൊണ്ടുവരാന്ന് വെച്ചു. അവരപ്പം പറയും കണ്ണ് കെട്ടിക്കൊണ്ട് തന്നെ അത് ഗുരുവായൂരാന്ന് പറയും. ഇപ്പം നമ്മുടെ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങുന്ന ചന്ദ്രാസ ഗ്രഹസ്പതി എന്ന് പറയുന്നത്, അത് UK ഇരിക്കുന്ന ഒരാളാണ്. നമ്മുടെ ആദ്യമായിട്ട് നേരത്തെ പ്രോഗ്രാംസ് ഇട്ട് ഉള്ളതാണ്. ബ്രാഹ്മി 21 ഡേയ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പം ഞാൻ വെറുതെ ഇവരോട് ചോദിച്ചു, അതിലും അറിയാം കുറേ പേർക്ക് അറിയാം എവിടെ വെച്ച് റെക്കോർഡ് ചെയ്തേന്ന സാധനം. ഞാൻ ചോദിച്ചു ഇത് എവിടെ വെച്ച് റെക്കോർഡ് ചെയ്തതാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ഗുരുജി ഗുരുവായൂരല്ലേ എന്ന്. അതൊരു വേറെ 6ാം ഇന്ദ്രിയം, നമ്മൾ പറയല്ല നമുക്ക് വേറൊരു തലത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന അതൊരു അവസ്ഥയാണ്. അതൊരു ഗ്രഹണ പ്രക്രിയയാണ്. അതിനൊരു രൂപമില്ല. അതൊരു ഊർജത്താൽ നമ്മൾ അറിയുന്ന ഒരു പ്രോസസ്സ്. അതാണ് കുണ്ടലിനി ഉയർന്ന ഒരാൾക്ക് ഊർജത്തെ അറിയാൻ പറ്റുമെന്ന് പറയുന്നത്. ഇപ്പൊ ശിവനും പാർവതിയും ഗണപതിയും അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നതെല്ലാം തന്നെ ഡിഫറെന്റ് ഓഫ് എനർജീസ് ആണ്. പക്ഷെ ഇതിൻ്റെ ഒരു രൂപം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എന്തിനാണ്? 2 രീതികളുണ്ട്. ഒന്ന് കാശ്മീരി ശൈവവും ഒന്ന് തമിഴ് ശൈവവും. പലതും നിർമ്മിക്കപ്പെട്ടിരിക്കും. നമ്മുടെ ഇവിടെ കൂടുതലും തമിഴ് ശൈവത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ പറ്റും. തമിഴ് ഭക്തിയാണ്. എൻ്റെ ശിവ എന്ന് പറഞ്ഞവർ തുടങ്ങുള്ളൂ. അവരുടെ വീട്ടിലെ ഏറ്റവും ഉയർന്നൊരു മെമ്പറാണ് ശിവൻ. ആ ശിവൻ ഒരു ഗ്രഹസ്ഥ രീതിയിൽ കാഴ്ചപ്പാടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സിദ്ധന്മാരിലേക്ക് വരുമ്പം ആ ശിവൻ ഒരു ഭാര്യയോ കുട്ടികളോ ഒന്നും തന്നെയില്ല. ആ ശിവൻ എന്ന് പറഞ്ഞ് ഈ ശൂന്യമാണ്. അതൊരു ശവമാണ്. അത് പരമാനന്ദത്തിൻ്റെ അവസ്ഥയാണ്. അവിടെ മുരുകനെ കാണുന്നത് സിദ്ധ പരമ്പരയുടെ ആദ്യ ഗുരുവായിട്ടാണ്. സിദ്ധനാണ് മുരുകനെ കാണുന്നത്. കുണ്ടലിനി ചൈതന്യത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. ഗണപതിയെ കാണുന്നത് എപ്പോഴും നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പം നമ്മൾ ഇങ്ങനെ കുമ്പിട്ട് തൊഴും അല്ലെ, ഗണപതിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ. എപ്പോഴും ഗണപതിയെ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രയെ കാണുന്നത്. നമുക്കറിയാം നമ്മുടെ മൂലാധാരയിൽ ഇരിക്കുന്ന ഒരു അടിസ്ഥാന രീതിയിലാണ് തന്ത്രത്തിൽ പറയുന്ന ഗണപതിയെ. നമുക്ക് 2 നാഡികൾ, യോഗയുടെ ഏറ്റവും ഒരു ഉയർന്ന യോഗയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് പുറക്കണേന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. പലതും ഇടാ പിങ്കള നാഡി, അതിലൂടെ മുകളിലോട്ട് പൊങ്ങുന്ന നട്ടലിലൂടെ പൊങ്ങുന്ന ബോധരൂപമായിട്ടാണ് ഗണപതിയെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഗണപതിക്ക് ആനയുടെ തലയും കാര്യങ്ങളൊക്കെ വെച്ച് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗണയാണ്. നമ്മളിൽ ഇല്ലാത്ത ഒരു ബോധത്തിനെ നമുക്കറിയാം. ഒരു ആനത്തല, എന്നൊക്കെ ആനത്തലയാണോ ചോദിക്കത്തില്ല, എന്തൊക്കെതെല്ലാം മനസ്സിലാക്കാൻ. അതേപോലെ തന്നെ അത്രയും ഉയർന്ന ബുദ്ധിയുടെ ഒരവസ്ഥയുടെ പ്രതിരൂപമായിട്ടാണ് ഗണപതിയെ കാണിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ത്രികോണം വരച്ചിട്ട് ഇവിടെ ഒരു ശൂലം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു താമരയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു എനർജി ഫോം ചെയ്യാൻ പറ്റും. എനർജി ഒരു 7 ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് തന്ത്ര രീതിയിൽ ഒരു വ്യക്തിയെ, ഇപ്പോൾ ഒരു സ്ത്രീ എന്ന് വെച്ചോ, അവളിൽ ദേവിയെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു ജോമെട്രിക്കൽ ഫോം ഉണ്ട്. ഒരു രൂപവും അതില്ലാത്തതല്ല, പക്ഷെ ആ രൂപത്തിൽ തന്നെ നമുക്ക് പലതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും എവിടെയും ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രങ്ങളല്ലെന്നേ ഉള്ളൂ. അത് നമ്മളിൽ തന്നെ ഇരിക്കുന്ന ഒരു ജീവന്റെ വേറൊരു പരിണാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനൊന്നും ഒരു രൂപമില്ല. അവരൊന്നും കൈലാസത്തിൽ ഇരുന്നുകൊണ്ടൊന്നും അവരുടെ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല. അവരൊന്നും അങ്ങനത്തെ ഒരു രീതിയല്ല. നമ്മളിൽ തന്നെ പരിണാമപ്പെടുന്ന ഒരു പ്രക്രിയ അവസ്ഥയാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പോൾ ശിവൻ എന്ന് പറയുന്നത് ഒരു ഊർജ്ജ സങ്കല്പമാണ്. ഊർജ്ജമാണ്, തീർച്ചയായിട്ടും നമ്മുടെ ഊർജ്ജം തന്നെയാണ്. അല്ലാതെ ഈ ഗണപതിക്ക് ആനയുടെ തല കൊണ്ടുവന്ന് വെച്ചു കൊടുത്തതൊന്നും അല്ല. നമുക്കൊരിക്കലും മുരുകനെയോ ഗണപതിയോ ശിവനെയോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അതെല്ലാം നമ്മളിരിക്കുന്ന ബോധാവസ്ഥകളാണ്. ഏതെങ്കിലുമൊക്കെ കലാകാരന്മാർ വരച്ചുണ്ടാക്കിയ രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. ആയിരിക്കും, തീർച്ചയായിട്ടും. കലാകാരന്മാരെന്ന് പറയാൻ പറ്റില്ല. അതെപ്പോഴും തന്നെ ആ ഊർജത്തെ മനസ്സിലാക്കിയിരിക്കുന്ന പല സിംബോളിസത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വരയ്ക്കാൻ പറ്റുള്ളൂ. വെറുതെ ഒരു ചിത്രമല്ല, ആ ചിത്രത്തിൽ തന്നെ അതിനുള്ള അർത്ഥവും നൽകിയിട്ടുണ്ട് ഋഷിമാര് തന്നെ. ഇപ്പം ശിവനെ വരയ്ക്കുന്ന സമയത്ത് ശിവനെ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഗോരഖ്നാഥിന്റെ ഒരു അടിസ്ഥാന രീതിയിലാണ് അദ്ദേഹത്തിന്റെ രൂപം വരുന്നത്. ആ ഗോരഖ്നാഥ് അത് ഇവിടെ വന്നപ്പം തമിഴ് ശൈവത്തിൽ വന്നപ്പോൾ ആദ്യം ഉണ്ടായത് കാശ്മീരി ശൈവമാണ്. അതിനുശേഷമാണ് തമിഴ് ശൈവം വരുന്നത്. അതുകൊണ്ടാണ് ഈ തമിഴ് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പലയിടത്തും
ആ ഒരു ഭക്തിയുടെ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. മധുരയും തിരുവണ്ണാമലയൊക്കെ ഭക്തിയുടെ അടിസ്ഥാനമാണ്. അവിടെ നോക്കുമ്പോഴാണേലും ശിവന്റെ രൂപം കൊടുക്കാനായിട്ട് പറ്റിയൊരു രൂപം തന്നെയായിരുന്നു ഗോരഖ്നാഥിന്റെ. ആ പ്രക്രിയയിൽ അത് ക്രമീകരിച്ചു. അപ്പം മുരുകനെ നോക്കുമ്പോഴും മുരുകന്റെ അതെല്ലാം തന്നെ നമ്മുടെ ഊർജത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. മുരുകനെ തന്ത്ര രീതിയിൽ കാണുന്ന നാഗമായിട്ടാണ്. മുരുകനെ കാണുന്ന നാഗമാണ്. സ്വാധിഷ്ഠാന ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഊർജമാണ് മുരുകൻ എന്ന് പറയുന്നത്. 6 പടിയും താണ്ടി കാണും ശിവനെ എന്ന് നമ്മൾ പൂന്താനം പറഞ്ഞിട്ടുണ്ട്. 6 പടികളും താണ്ടി ആ ശിവനെ നമ്മൾ ദർശിക്കുന്നൊരിതുണ്ട്. ഈ 6 പടിയും താണ്ടണ ഒരു ഘട്ടമില്ലേ, എന്തോ ഒന്ന് പോകുന്നുണ്ട് കാണാൻ. അപ്പം ഈ സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ഊർജമാണ് സഹസ്രാരയിൽ എത്തി നിൽക്കുന്നത്. സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന ഈ ചക്രമാണ് മുകളിലേക്ക് ഉയർന്ന് ഇവിടെ എത്തുന്ന ബോധോദയത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് മുരുകന്റെ സങ്കല്പം സ്വാധിഷ്ഠാനായിട്ട് ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 6 പടികളും താണ്ടി അവിടെ കാണുന്നു ആ രൂപം. അതുകൊണ്ട് ചിലപ്പോൾ പുത്രനാന്ന് പറയാം. ശക്തിപുത്രൻ. ശക്തി ആരെ നമ്മൾ തന്നെയാണ്. ശക്തി എന്ന് വെച്ചാൽ ഈ ഒരു മായയെ മൊത്തമായി വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കും ദേവി എന്ന് വിളിക്കും. ഈ ആ മായയാകുന്ന ആ ശക്തി നമ്മളിലേക്ക് പ്രവർത്തിക്കുമ്പോൾ, ശക്തി നമുക്ക് ജീവൻ നൽകുമ്പോൾ നമ്മളൊരു മകനായി, മുരുകനെ പോലെ നമ്മളൊരു മകനായി. അത് മുകളിലേക്ക് ഓങ്ങി ആ അച്ഛനാകുന്ന നമ്മുടെ തന്നെ സ്വയബോധത്തെ, ശിവനെ നമ്മൾ അറിയുന്നു. ആ ബോധോദയം സംഭവിക്കുന്നു. ശക്തിപുത്രൻ അച്ഛനെ കാണാൻ വേണ്ടി പോകുന്നെന്നൊക്കെ വേണം നമുക്ക് ഒരു താന്ത്രിക ഭാഷയിൽ പറയാം. പക്ഷെ ഇതിനൊന്നും തന്നെ രൂപമായി കാണരുത്. എന്നാൽ രൂപവും ഭക്തിയായി കാണുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. അതൊന്നും കുഴപ്പവും സൃഷ്ടിക്കാൻ പോകുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു രൂപമുള്ളത് നല്ലത് തന്നെയാണ്. തീർച്ചയായും ഏറ്റവും നല്ല എന്താണെന്ന് ഇതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നവർക്കേ പറ്റുള്ളൂ. യോഗി തലത്തിലേക്ക് ഉയർന്നു അതൊരു ബോധോദയമാണ്. പക്ഷെ എൻ്റെ കൃഷ്ണ, എൻ്റെ മുരുക എന്ന് വിളിക്കുമ്പം അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഭക്തിയുണ്ട്. അത് നമുക്ക് നൽകുന്ന വളരെ വലിയ ആശ്വാസമുണ്ട്. അവിടെ നമുക്ക് വളരെ ആശ്വാസം. പക്ഷെ ഒന്ന് തിരിച്ചറിവ് വന്നവർക്ക് അത് പറ്റില്ല. തിരിച്ചറിവ് വന്നവർക്ക് അറിയാം സത്യത്തിന്റെ യാഥാർത്ഥ്യത. അതിനെ നമുക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഭക്തി ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്, ആത്മീയ സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗമാണ്. എന്നാൽ അത് മാത്രം അതിനെ നമ്മൾ ഒരിക്കലും മതമാക്കാനോ അതിനെ വെല്ലുവിളിക്കോ എൻ്റെ കൃഷ്ണനെ, എൻ്റെ മുരുകനെ ആക്രമിച്ചൊന്നും പറഞ്ഞൊരിക്കലും വരരുത്. എന്ന് വെച്ചാൽ അതൊക്കെ തന്നെ പരിണാമത്തിനുള്ള മാർഗമാണ്. എൻ്റെ മുരുകൻ ഇത് പറഞ്ഞു, എൻ്റെ കൃഷ്ണൻ ഇത്, അതൊന്നും നമുക്ക് വേണ്ടി ഒരു പെരുവിരൽ പോലും അനക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിന്റെ പരിണാമ ബോധം എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ കാണണം. ഇനി അനക്കാനും ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ആൾക്കാർ അപ്പൊ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഞങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്, തീർച്ചയായിട്ടും അതിനൊരു രീതിയുണ്ട്, അതിനൊരു ക്രമീകരണമുണ്ട്. അത് നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ അതിനെ ഒരിക്കലും അത് എവിടെയോ ജീവിച്ചിരിക്കുന്ന ഒരു ഏലിയൻസ് പോലെ കാണരുത്. അതൊക്കെ നമ്മളിൽ സൃഷ്ടിക്കുന്ന ഒരു വല്ലാത്തൊരു ഭക്തി മൂത്താണ് ഏറ്റവും കൂടുതൽ പ്രാന്താവുന്ന ആൾക്കാർക്ക്. വളരെ പ്രാന്തരായിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ നമ്മളതിൽ നിന്ന് പരിണാമത്തിലേക്ക് കടന്നു പോകണം. അതായിരിക്കണം നമ്മുടെ അവസ്ഥ. നമസ്കാരം.